ശ്രീ ജിൻഡോ, ഞാൻ പോയ കാലത്തിൻ്റെ മഹത്വം പറയുന്നല്ലോ, പക്ഷേ എങ്കിൽ കൂടിയും ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കാലത്ത് കോളേജിലെ ഓരോ വിദ്യാർത്ഥിയെയും, താഴെയുള്ള സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയും, നാട്ടിലെ വിദ്യാർത്ഥികളെയും ഒക്കെ വളരെ പേഴ്സണലായി, വളരെ വ്യക്തിപരമായി അവൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിട്ടറിയാമായിരുന്നു. അവൻ്റെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തുമായിരുന്നു, നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ ഈ പറയുന്ന യുവജന സംഘടനകൾ എവിടെയാണ്? ഈ പറയുന്ന മതസംഘടനകൾ എവിടെയാണ്? ഈ പറയുന്ന സമുദായ സംഘടനകൾ എവിടെയാണ്? ഈ മഹല്ല് കമ്മിറ്റികൾ എന്ന് പറയുന്നുണ്ട്, ക്ഷേത്രം ഉണ്ട്, ഇടവക കൂട്ടായ്മകളുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുകയാണ് ജിൻഡോ? അശ്മി, ഇതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആദ്യം അതിലേക്ക് വരുന്നതിന് മുമ്പ്, നമ്മുടെ സംസ്ഥാനത്ത് കുറേ കാലമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊലപാതകവും ഇത്തരത്തിലുള്ള അക്രമങ്ങളും നിരന്തരമാകുമ്പോഴും യാതൊരു പഠനങ്ങളും നടത്തിയിട്ടില്ല, യാതൊരു ക്രിയാത്മക നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലെ നിരീക്ഷണത്തിന് പോലും പോലീസിൻ്റെ സംവിധാനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് വരാം. നമ്മുടെ മതസംഘടനകളൊക്കെ മതങ്ങളുടെ പേരിൽ കൊലപാതകം നടത്താനും കൊലവിളി നടത്താനുള്ള തിരക്കിലാണ്. അവരൊന്നും നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ പറ്റിയ പ്രാപ്തിയിലേക്ക് ഇതുവരെ വളർന്നിട്ടില്ല എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പിന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ പോലും എനിക്ക് അറപ്പ് തോന്നുന്നുണ്ട്. കാരണം ഈ കൊലപാതക ശ്രമത്തെ, മനുഷ്യനെ കൊല്ലാൻ നോക്കുന്ന പ്രവർത്തനത്തെ മാതൃകാപരമായ പ്രവർത്തനമാണ് തുടരണമെന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രി കേരളം ഭരിക്കുമ്പോൾ, കൊലക്കേസിലെയും കാപ്പ കേസിലെയും പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്ന വനിതാ ശിശുക്ഷേമ മന്ത്രി കേരളം ഭരിക്കുമ്പോൾ, ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് ചെറുതൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല എന്ന് എൻഡോഴ്സ് ചെയ്യുന്ന സാംസ്കാരിക മന്ത്രി കേരളം ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നരാധമ പ്രവർത്തനത്തെ എൻഡോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥി, യുവജന, മഹിളാ കോൺഗ്രസ് മഹിളാ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്നേ. ധാർഷ്ട്യവും തോന്നിവാസവും അതൊരു വലിയ അലങ്കാരമായിട്ട് കൊണ്ടുകിടക്കുന്ന ആളുകൾ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇതൊക്കെ നടക്കും. ഇവിടെ സർക്കാരിന് പറഞ്ഞൊരു സംവിധാനമില്ല, പൂർണ്ണ പരാജയമാണ് സർക്കാരിൻ്റെ. ഇവിടെ കുറേ കൊള്ളക്കാരേ ഉള്ളൂ, കുറേ ആളുകൾ കൊള്ളയടിക്കുന്നു, കുറേ ഭ്രാന്തന്മാർ ആളുകളെ കൊല്ലുന്നു. മറ്റൊരു സംവിധാനം, സാധാരണ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന എന്ത് സംവിധാനമാണ് കേരളത്തിലുള്ളത്? നമുക്ക് ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ അറിയാതെ നമ്മളൊന്ന് ഹോൺ അടിച്ചാൽ പോലും നമ്മൾ ജീവനോടെ പിറ്റേ ദിവസം ഉണ്ടാവുന്ന എന്ത് ഉറപ്പാണുള്ളത്? അപ്പോൾ നമ്മളുടെ ജീവന് ഒരു സംരക്ഷണവും കിട്ടുന്ന സംവിധാനം കേരളത്തിലില്ല. അന്യവൽക്കരിക്കപ്പെട്ടു നമ്മുടെ സംരക്ഷണം, സുരക്ഷിതത്വം. ഇതുപോലെയുള്ള നരാധമന്മാർ വീടിനകത്തും പുറത്തും ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? യാതൊരു പഠനങ്ങൾ നടത്തുന്നില്ല. നിരന്തര കൊലപാതകങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നു എന്നുള്ള പഠനം നടത്താൻ സാംസ്കാരിക വകുപ്പിനോ അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോ മറ്റേതെങ്കിലും വകുപ്പിനോ സാധിക്കുന്നില്ല. അങ്ങനെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുടെ പുറത്ത് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ക്രിയാത്മകമായിട്ടുള്ള പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ സർക്കാരിനെ പഴിചാരുന്നത്. നാട്ടിലെ ആളുകളെല്ലാം പരസ്പരം ഇങ്ങനെ വിലപിച്ചുകൊണ്ട് സങ്കടം പങ്കിട്ടുകൊണ്ട് മാത്രമല്ല, ഉത്തരവാദിത്വത്തോടെ നമുക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തമുള്ളത് സർക്കാർ സംവിധാനങ്ങൾക്കാണ്. അതിന് പകരം ലഹരി കേസിലുള്ള ആളുകളെ എൻഡോഴ്സ് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് കാരണവർ കൊലക്കേസിലെ ഷെറിനെ പോലും സംരക്ഷിക്കുന്ന രീതിയിൽ ഇടപെട്ടത് കേരളത്തിന്റെ ഒരു മന്ത്രിയാണെന്ന് പറയുമ്പോൾ, അവർക്ക് ഈ കൊലപാതകങ്ങൾക്ക് അനിയന്ത്രിതമായിട്ട് പരോള് കിട്ടുന്നു, പരോളിൽ ഇറങ്ങുമ്പോൾ അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, പാലുകാച്ചൽ നടത്തുന്നു, കല്യാണം നടത്തുന്നു. ഇതൊക്കെ ഉന്നത നേതാക്കന്മാരുടെയും സ്പീക്കറുടെയും എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഇത്തരം കൊലപാതകങ്ങൾക്ക് അതൊരു ഹീറോയിക് പരിവേഷമല്ല കിട്ടുന്നത്. അപ്പോൾ സിനിമയ്ക്ക് മാത്രമാണ് കുറ്റം എന്ന് പറയുന്നു. ഒരു സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരി പറഞ്ഞത് എന്താ? വിഷം കൊടുത്ത് കാമുകനെ കൊല്ലുന്നത് മാതൃകാപരമായ പ്രവർത്തനമെന്ന. ആളുകളെ കൊല്ലാൻ നോക്കുന്ന കണ്ടിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എന്താ? മാതൃകാപരമായ പ്രവർത്തനമെന്ന. ഒരു ഉന്നതനായിട്ടുള്ള ഒരു ആളുടെ ചെവി അടിച്ച് പൊട്ടിക്കുമ്പോൾ അത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നാണ് ഒരു വിദ്യാർത്ഥി സംഘടന പറയുന്നത്. ആളുകളെ കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു യുവജന സംഘടനയാണ് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ കൂടെയുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം നടക്കുമ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യും. അതിനപ്പുറത്ത് നമുക്കൊരു സുരക്ഷിതത്വമില്ല. ഇവിടെ വലിയ വികസനം ഉണ്ടെന്ന് പറയുന്നത് എന്താ? നമ്മുടെ ദേശീയപാത വികസിച്ചു അത്രേ. ദേശീയപാതകൾ നിരത്തിക്കിടത്തിയാൽ ദേശീയപാത നിറയുന്ന അത്ര ആളുകളെ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8-8 വർഷക്കാലമായിട്ട് നിരന്തരം കൊലപാതകം നടക്കുകയല്ലേ? ലഹരി വ്യാപനം നടക്കുന്നു. സർക്കാർ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഈ ലഹരിയുടെ പേരിലോ അല്ലാതെയുമുള്ള കൊലപാതകം, ലഹരി വ്യാപനം അതിഭീകരമാണ്. അത് 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ പച്ചവെള്ളം കിട്ടും മട്ടിൽ സുലഭമായി കിട്ടുകയാണ്. അതിൽ കേരളം അല്ല ലഹരിയുടെ ഹബ്ബ് എന്ന് നിയമസഭയിൽ സ്ഥാപിച്ചാൽ കാര്യമില്ല. ഇച്ഛാശക്തിയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ മതിയാവും.